ഫോൺ പേയിൽ എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാം, IFSC കോഡും നമ്മുടെ അക്കൗണ്ട് നമ്പറും ഉപയോഗിച്ച് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. കാര്യം നമ്മളതിനായി ഫോൺ പേ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷനാണ് നമ്മളതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അതിനായി നമ്മളത് തിരഞ്ഞെടുക്കുന്നു. ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് ബാങ്കിലേക്കാണ് അവരുടെ ബാങ്ക് ഏതാണോ അതിവിടെ നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സെൻട്രൽ ബാങ്കിലേക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻട്രൽ ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ഇവിടെ രേഖപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളത് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആർക്കാണോ അയക്കുന്നത് അവരുടെ നെയിം നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നിക് നെയിം അത് നമ്മൾ എന്തെങ്കിലും രേഖപ്പെടുത്തി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിവിടെ പ്രൊസീഡ് ടു പേ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കവിടെ അവരുടെ പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലൊക്കെ നമ്മൾ ഗൂഗിൾ പേ ചെയ്യും പോലെ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യും പോലെ ഒരു പേജ് നമുക്കിവിടെ ക്രിയേറ്റ് ആയത് കാണാൻ സാധിക്കും. നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ UPI കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെൻഡ് ചെയ്യാവുന്നതാണ്.